ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് കിഡിലൻ ട്രാവലറോട് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിലടിച്ച കുറച്ച് മീനുകളുടെ വീഡിയോ ഉണ്ടാവും. വൈറ്റ് ട്വിസ്റ്റർ ടൈൽ ഷാഡ് ചൈനയുടെ ഷാഡാണേ. അപ്പോൾ അതായത് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്യാൻ പോണത് അതെ റബ്ബറിൻ്റെ മണ്ണരയാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്യാൻ പോകേണ്ടത്. ഒരു ചെറിയൊരു 0.5 ഹുക്ക് ഐജിക്കട്ട് എടുത്തേക്കണ കേട്ടോ. നമുക്ക് അടിച്ചേക്കണ സാധനം കണ്ട റബ്ബർ തമ്മിൽ അടിച്ചേക്കണ കേട്ടോ. ബോയിങ് ട്രാവലറോട് വലിക്കണതിൻ്റെ ഇടയിൽ അടിച്ചത് അതെ ഇതാണ് മെയിൻട്ടാ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് 110 ഗ്രാമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ചാൽ കണ്ടത് ഇവിടെ വളരെ തിന്നാണ് കണ്ട. സുഖമായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ഇത് വെച്ച് എത്ര മണിക്കൂർ വേണമെന്ന് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാം. നമുക്ക് മീഡിയം ലൈറ്റ് ഫ്രണ്ട്സ് നമസ്കാരം, ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്കറ്റ് ഡിസോൾസ്. നമ്മൾ വെറുതെ കൈ ഫ്രീ ആയിട്ടാണ് ചൂണ്ടിടാൻ വന്നേക്കാം. നമ്മൾ സ്റ്റിക്കിൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ടില്ല. കാരണം എന്താണത് എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു കിടക്കാച്ച് ചൂണ്ടയുണ്ട്. നമ്മൾ വന്നത് ബോയിങ് ട്രാവൽ റോഡ്, ബോയിങ് മീഡിയം ലൈറ്റ് ട്രാവൽ റോഡ്. ഇത് 5 സെക്ഷനാണ് കേട്ടോ. തീരെ ചെറിയ കോമ്പാക്ട് സൈസാണ് കണ്ട്. ഇത്രയുള്ള ഇതിൻ്റെ നീളം നമുക്ക് എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ച് കൊണ്ടുപോകാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അപ്പോൾ ഈ റോഡ് 5 പീസ് ട്രാവൽ റോഡാണ്, കാർബൺ. ഇതിൽ നല്ലൊരു കിഡിലൻ പാക്കിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. നല്ലൊരു 5 പോർഷനായിട്ടുള്ള പാക്കിങ്ങാണ്. ഞാനിത് ഓൾറെഡി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് മീൻ പിടിച്ചിട്ടുള്ളത് പോലെ ഒരു 5 സെക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ 4 പീസായിട്ട് കറക്റ്റായിട്ട് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് 110 ഗ്രാമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ചാൽ കണ്ടത് ഇവിടെ നിന്ന് വളരെ തിന്നാണ് കണ്ട. സുഖമായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ഇത് വെച്ച് എത്ര മണിക്കൂർ വേണമെന്ന് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാം. നമുക്ക് മീഡിയം ലൈറ്റ് ആയാലും 110 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറേ നേരം കാസ്റ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പിന്നെ 5 to 15 ഗ്രാം ലൂർ കപ്പാസിറ്റിയുള്ള റോഡാണത്. 4 to 12 LB ലൈൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മീഡിയം ലൈറ്റ്, അതായത് അൾട്രാ ലൈറ്റിനേക്കാളും തൊട്ട് മുകളിലുള്ള സെക്ഷനിലുള്ള പണികൾക്ക് എല്ലാത്തിനും അത്യാവശ്യം ഒരു 1/2 kg റേഞ്ച് വരെ 1 കിലോ റേഞ്ച് വരെയുള്ള മീനുകളെ നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്തിൽ പിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതേ വന്നേക്കണത് ഇതുണ്ട്. ബോയിങ് നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ ഓൾറെഡി 5 പീസ് 5 to 15 ഗ്രാം കാസ്റ്റിങ്, 4 to 12 LB ലൈൻ കപ്പാസിറ്റി എല്ലാം ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റീൽ സീറ്റ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റീൽ സീറ്റാണ് ഇതിന് വന്നേക്കണം. അവിടെ തന്നെ ലുക്കാന എന്നുള്ള എംബ്ലവും കാര്യങ്ങൾ. അതെ ലുക്കാന ബാക്കിൽ ഉണ്ട് കേട്ടോ. നല്ലൊരു ലുക്കാന എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. റീൽ സീറ്റ് ഇതാണ്, നല്ല കിട്ടിക്കാച്ച് റീൽ സീറ്റാണ് കേട്ടോ. കാർബൺ കമ്പോണൻറ്റ് കൂടുതലുള്ള റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ആക്ഷൻ നമുക്ക് മീഡിയം ലൈറ്റിനേക്കാൾ ഒരു പൊടിക്കും കൂടി ഫാസ്റ്റ് ആക്ഷൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം മീന് വലിയ കാര്യമായിട്ടുള്ള പ്ലേയും കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ സോൾട്ട് വാട്ടറല്ല ഞാനത് യൂസ് ചെയ്ത് കണ്ടേക്കണം കേട്ടോ. ഈ ഇടത്തരം 1 കിലോ 3/4 കിലോ ചെമ്പല്ലി, പിന്നെ ചെറിയ കറുപ്പിൻ്റെ കുട്ടികൾ, ആ റേഞ്ചിലുള്ള മീനുകളൊക്കെ പിടിക്കാനുള്ള നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആക്ഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മീഡിയം ആക്ഷനേക്കാളും ഒരു പൊടിയും കൂടി ആക്ഷൻ ഫാസ്റ്റായിട്ടാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനത്തെ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിൽ 0.5 ഗ്രാം തൊട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിൻ ലൈനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 6 LB. ഇപ്പം ഇന്നിപ്പോൾ വേറെ ലൈനാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 0.6 വരെ കാസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ മീൻ പിടിച്ചിട്ടുണ്ട്. 0.5, 0.8, 1.5, 2 ആ റേഞ്ചിലുള്ള ലൂറുകളെല്ലാം നമ്മളിതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൂറല്ല, ഷാഡുകളാണ്, ചെറിയ ജിഗഡുകൾ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മീൻ അത്യാവശ്യം അടിച്ചിട്ടുണ്ട്. വറ്റ ഇത് എടുത്ത ദിവസം നമുക്ക് കിട്ടിയത് വറ്റയാണ് കിട്ടിയിട്ട്. 3 വറ്റ വെച്ചാണ് ഇതിൻ്റെ തുടക്കം. പിന്നെ അതിൻ്റെ പുറകെ ചെമ്പല്ലി കിട്ടി. ബ്രാല നമുക്ക് സ്ഥിരം കിട്ടുന്നതാണ്. ഇപ്പോൾ പോയാലും ബ്രാല അണ്ടർ വാട്ടർ വലിക്കുമ്പോൾ കിട്ടും. പിന്നെ കിട്ടിയത് പാലാങ്കണ്ണി, അങ്ങനെയുള്ള കുറച്ച് സൈസ് മീനുകളാണ് കിട്ടിയേക്കണം. ഇവനെ ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. വെള്ളം അല്ലാണ്ട് ഇരുന്ന് പോയി. മീൻ കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കാസ്റ്റ് ചെയ്ത മീനിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇതിൽ നമ്മൾ പെയർ ചെയ്യണത് നമ്മുടെ റീല് തിരിച്ച് കിട്ടിയായിരുന്നു. സർവീസ് ചെയ്യുന്ന കൊമോഡോ 1000 എന്ന് പറയുന്ന റീലാണ്. ഓൾറെഡി ഇതേണ്ട ഇതാണ് ഇതിൻ്റെ ഡ്രാഗ് സൗണ്ട് കേട്ടോ. നല്ല രസമാണ്. വറ്റ പിടിക്കാൻ നല്ല സൗണ്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫീൽ ചെയ്ത് പിടിക്കാം. ഈ റീല് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു 10 കിലോ ഡ്രാഗോളം ഉണ്ട് കേട്ടോ ഇതിന്. അത്യാവശ്യം ഒരു ഇടത്തരം 1 കിലോ റേഞ്ചുള്ള മീനൊക്കെ നമുക്ക് പുഷ്പം പോലെ 1 കിലോ അല്ല 2 കിലോ വരെ 2 കിലോ വരെ സുഖമായിട്ട് പിടിക്കാൻ നമ്മൾ ചേർമീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ റീല്. എന്തായാലും ഇവനെ വെച്ചിട്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാക്കനാട് ഒരു വർക്കിന് വന്നാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം വെള്ളം പൊന്തി കെട്ടി നിർത്തിയ സമയത്ത് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആക്ടിവിറ്റി ഇല്ല.
അപ്പോൾ അതായത് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്യാൻ പോണത് അതെ റബ്ബറിൻ്റെ മണ്ണരയാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്യാൻ പോകേണ്ടത്. ഒരു ചെറിയൊരു 0.5 ഹുക്കായി ജിഗഡ് എടുത്തേക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു 1/2 ഗ്രാമിൻ്റെ ജിഗഡിൽ ഈ റബ്ബർ മണ്ണിനെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഇഷ്ടംപോലെ മീൻ ഞാനിതിൽ പിടിച്ചിട്ടുണ്ട്. ചെമ്പല്ലി, വറ്റ, പാലാങ്കണ്ണി, ഒരു മരം എല്ലാ മീനും അടിക്കും ഇതിൽ. ഇത് കേട്ടത് അപ്പോൾ ഇതാണ് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി 1/2 ഗ്രാം ഇട്ടേക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ മൊത്തം ഇറക്കി കളഞ്ഞു, വെള്ളമില്ല. അപ്പം കരവാന്ന് തെളിഞ്ഞ് കിടക്കുകയാണ്. വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ മിക്കവാറും ഉടക്കും. അതാണ് ഇതിൻ്റെ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, ഇന്ന് കാസ്റ്റ് ചെയ്ത് നോട്ടെ. റബ്ബറിൻ്റെ മണ്ണിലെ പൊതുവെ എപ്പോൾ ഇട്ടാലും ഫസ്റ്റ് കാസ്റ്റിൽ അടി കിട്ടാറുണ്ട്. അതെ, നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട്. കഷ്ടിച്ചൊരു 150 ഗ്രാമൊക്കെ ഉള്ളൂ. അടിച്ചേക്കണ സാധനം കണ്ട റബ്ബർ പാമ്പിൽ അടിച്ചേക്കണ കേട്ടോ. നമ്മൾ മീഡിയം ലൈറ്റ് ടാക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോയിങ് ട്രാവലറോട് വലിക്കണതിൻ്റെ ഇടയിൽ അടിച്ചത്. അതെ, ഇതാണ് മെയിൻട്ടാ. ഭയങ്കര ഇപ്പം ഇടണില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ എന്തായാലും നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. 100 ഗ്രാം 150 ഗ്രാമൊക്കെ ഉണ്ട്, ചെറിയ വിരാല. അയ്യോ, കാസ്റ്റിങ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡായതുകൊണ്ട് എത്ര നേരം എറിഞ്ഞാലും കൈവേദന എടുക്കില്ല. നമ്മൾ വരാലിന് വലിക്കുമ്പോൾ സ്ലോവിൽ വലിച്ചാൽ റിസൾട്ട് ഡബിളായിരിക്കും. അടുത്തവൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ട്വിസ്റ്റർ ടെയിൽ എന്ന് പറഞ്ഞൊരു ഷാർട്ടിൽ അടിച്ചു തരുന്നുണ്ട്. വൈറ്റ് ട്വിസ്റ്റർ ടൈൽ ഷാഡ് കേട്ടോ. ചൈനയുടെ ഷാഡാണേ. 1 കിലോ റേഞ്ചോളോട് ബ്രാലടിച്ചേക്കണം. അടിച്ച് വീണിങ്ങ അന്തറിക്ക് കൊണ്ടുപോയിട്ടാ. നല്ല ഫോളോ വന്നിട്ട് പുള്ളി അടിച്ചതിനെ പുറകെ വന്ന് വിട്ടിട്ട് പിന്നെയും വന്ന് അടിച്ച്. ഓക്കെ, നല്ല ഒന്നുകൂടി കാസ്റ്റ് ചെയ്തോട്ടെ. ബോയിങ് ട്രാവലുള്ളിൽ നമുക്ക് കിട്ടിക്കനെ ഒരു ബ്രാലടിച്ചിട്ടുണ്ട്. കൊമോഡോ 1000 റീലാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. സ്പിന്നർ പിന്നെ അറിയാമല്ലോ, ലുക്കാനട പുതിയ സ്പിന്നർ കേട്ടോ. 5 ഗ്രാമിൽ അടിച്ചേക്കണം കേട്ടോ. എന്തായാലും നമ്മൾ കാസ്റ്റിംഗ് അവസാനം പോകണം. ഒരു 10 കാസ്റ്റ് ഇട്ടിട്ട് നേരെ പോകും.